ബ്ലാക്ക് മാജിക്, അഭിചാരം, ചാത്തൻ സേവ, കൂടോത്രം അങ്ങനെ തുടങ്ങി എന്തൊക്കെ. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വരെ രഹസ്യമായിരുന്നു ഇക്കാര്യങ്ങൾ. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. ഇന്ന് അത്രയും പ്രശ്നമില്ലെന്ന് മാത്രമല്ല, ഇതിനൊക്കെ പോകുന്നവർ തന്നെ ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യാറുമുണ്ട്. അതിന് ലൈക്കുകൾ വാരിക്കൂട്ടുകയും ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള വിചിത്രമായ ആരാധനാ ക്രമത്തോടുള്ള മലയാളികളുടെ മനോഭാവത്തിന് കാര്യമായ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. പണ്ട് അതീവ രഹസ്യമായാണ് ഈ ആരാധനകളൊക്കെ നടന്നിരുന്നത്. എന്നാൽ ഇന്ന് നേരെ മറിച്ച് ഇതിന്റെ പേരിൽ ജീവനെടുക്കുന്ന മലയാളികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ശാസ്ത്രവും സാങ്കേതികത വളർന്ന ഈ കാലഘട്ടത്തിലും ദുർമന്ത്രവാദവും അതിന്റെ ദുരനുഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കുകയാണ്. കൂടാതെ ഇതിന് നിരവധി ഉദാഹരണങ്ങൾ പലരുടെയും അനുഭവത്തിലൂടെ നമുക്ക് വ്യക്തമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കേരളത്തിൽ ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തുവരുന്നത്. അത്തരത്തിലൊന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന കിളിയൂർ ജോസിന്റെ കൊലപാതക കേസ്. അതിന്റെ അന്വേഷണം പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. അതായത് മകൻ അച്ഛനെ കൊന്നതിന് പിന്നിൽ ബ്ലാക്ക് മാജിക് ആണോ എന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇത് സിനിമാ കഥയേക്കാളും വെല്ലുന്ന കഥയാണ്. മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന നടന്ന കഥ. കഴിഞ്ഞ ദിവസമാണ് കിളിയൂരിൽ 70 വയസ്സുള്ള ജോസിന്റെ മരണത്തിൽ 28 വയസ്സുള്ള ഇയാളുടെ സ്വന്തം മകന്റെ വാർത്ത നാം കേട്ടത്. ജോസിനെ കൊന്നത് അതിക്രൂരമായ രീതിയിലെന്ന് ജോസിന്റെ ഭാര്യ സുഷമയുടെ മൊഴി. മാത്രമല്ല, ജോസിനെ ആക്രമിച്ച സമയം മുതൽ കൊന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതുവരെ പ്രജിൻ സംസാരിച്ചില്ല. തുടർന്ന് ജോസിനെ കൊന്നതിന് ശേഷം പ്രജിൻ ആദ്യമായി സംസാരിച്ചത് അച്ഛന്റെ സഹോദരൻ ജയനോടാണ്. അങ്കിളെ, ഞാൻ എന്റെ അപ്പനെ കൊന്നുവെന്നാണ് പ്രജിൻ പറഞ്ഞത്. കഴിഞ്ഞ 7 വർഷത്തിലധികമായി തങ്ങൾ മകനെ ഭയന്നാണ് ജീവിച്ചതെന്നാണ് ഈ അമ്മ പറയുന്നത്. ജോസിനെ ഇല്ലാതാക്കുന്നതിന് മുമ്പ് പ്രജിൻ സ്വന്തം ശരീരത്തിലെ മുഴുവൻ രോമങ്ങളും നീക്കം ചെയ്തിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ഇയാളുടെ മുറിയിലെ ബാത്റൂമിനുള്ളിൽ കൂട്ടിയിട്ട നിലയിൽ കുറെ രോമങ്ങളും കണ്ടെത്തി. ഇതിന് പിന്നിൽ ബ്ലാക്ക് മാജിക് ആണോ എന്നാണ് ഇപ്പോൾ സംശയമുയരുന്നത്. പ്രജിൻ മെഡിക്കൽ പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ വന്നതോടെയാണ് സിനിമയിൽ അഭിനയിക്കണമെന്ന് മോഹം തോന്നി കൊച്ചിയിലേക്ക് പോകുന്നത്. പിന്നീട് കൊച്ചിയിൽ നിന്നും സിനിമാ പഠനം കഴിഞ്ഞെത്തിയ ശേഷമാണ് പ്രജിനിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. പ്രജിന്റെ മുറിയിൽ നിന്നും മന്ത്രം ചൊല്ലുന്നത് പോലെയുള്ള ശബ്ദം കേൾക്കാമായിരുന്നുവെന്ന് പ്രതിയുടെ അമ്മ പറയുകയാണ്. കൂടാതെ കഴിഞ്ഞ 8 വർഷമായി മകന്റെ അടിമകളായാണ് ഈ രക്ഷിതാക്കൾ കഴിഞ്ഞിരുന്നത്. മിക്ക ദിവസങ്ങളിലും രാത്രികാലങ്ങളിൽ ഇരുവരെയും വീട്ടിൽ നിന്ന് പുറത്താക്കി വീട് പൂട്ടുക, അച്ഛനെ മർദ്ദിക്കുകയും അച്ഛനെ കഴുത്തിന് പിടിച്ച് ചുമരോട് ചേർത്ത് ഉയർത്തി നിർത്തുക തുടങ്ങി ശാരീരികമായും മാനസികമായും പ്രജിൻ നിരന്തരം ഉപദ്രവിച്ചുവെന്നാണ് അമ്മ സുഷമയുടെ വെളിപ്പെടുത്തൽ. അങ്ങനെ ഫെബ്രുവരി 5-ാം തീയതി ബുധനാഴ്ച രാത്രി 9:45-നാണ് ഹാളിലെ സോഫയിൽ ഉറങ്ങിക്കിടന്ന ജോസിന്റെ കഴുത്തിൽ മകൻ വെട്ടുന്ന കാഴ്ചയാണ് ആ അമ്മ സുഷമ കാണുന്നത്. സ്വന്തം മകനിൽ നിന്നും ജോസിന്റെ ശരീരത്തിൽ ആഴത്തിൽ ആഴ്ന്നിറങ്ങിയത് 24 വെട്ടുകളാണ്. കൊലപാതകത്തിനു ശേഷം പ്രജിൻ വെള്ളറട പോലീസിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. മത്സരം, അസൂയ, പ്രലോഭനങ്ങൾ, പണം, അധികാരമോഹം എന്നിവയാണ് പലരെയും ദുർമന്ത്രവാദത്തിന് ഇന്ന് പ്രേരിപ്പിക്കുന്നത്. അതായത് ഇവയൊക്കെ നേടാനുള്ള കുറുക്കുവഴിയായി ആളുകൾ മന്ത്രവാദത്തെ കാണുന്നു. ദുഷ്ടശക്തികൾ ഉപയോഗിച്ച് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നേടാനുള്ള കുറുക്കുവഴിയാണ് ബ്ലാക്ക് മാജിക്കിനെ ഇന്ന് പുതിയ തലമുറ പോലും ചെയ്യുന്നത്. ഇതിന്റെയൊക്കെ പരിണിത ഫലമായി നിരവധി കേസുകൾ തന്നെയാണ് കേരളത്തിൽ ഓരോ ദിനവും പൊങ്ങുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.